ചെറുവത്തൂരിലെ അഹമ്മദ് ഹാജി എന്ന ജിന്ന് ഹാജിയുടെ വൻ തട്ടിപ്പ് കേന്ദ്രത്തിലേക്കായിരുന്നു അടുത്ത യാത്ര. ജിന്നാണ് അഹമ്മദ് ഹാജിയുടെ കളിത്തോഴൻ. വെള്ളിയാഴ്ച ഒഴിച്ചുള്ള ദിവസങ്ങളിൽ ജിന്ന് ഹാജിയാരുടെ ദേഹത്ത് കയറുമത്രേ. പിന്നെ ബാധയൊഴിപ്പിക്കലെന്നല്ല, വേണ്ടി വന്നാൽ ഭദ്രകാളിയെ വരെ ഹാജിയാർ ഞെക്കിക്കൊന്നുകളയും. ഉച്ചവരെയാണ് ഹാജിയാരുടെ തട്ടിപ്പ് പരിപാടി. ദേഹസുരക്ഷ മുൻനിർത്തി മുസ്ലിങ്ങൾ ഒഴിച്ചുള്ളവരുടെ ബാധയൊന്നും അടുത്ത കാലത്തായി ഹാജിയാർ ഏറ്റെടുക്കാറില്ല. അതുകൊണ്ടാകും ഉച്ചവരെ മാത്രമേയുള്ളെന്ന കാര്യമറിയാതെ ഞങ്ങൾ ആദ്യ ദിവസം വൈകിട്ട് ചെന്നപ്പോൾ ഹാജിയാർ പരിപാടിയൊക്കെ നിർത്തിയെന്നായിരുന്നു വീട്ടുകാരുടെ നിലപാട്. ഞങ്ങൾ അടുത്ത ദിവസം രാവിലെ മുസ്ലിം പേര് പറഞ്ഞ് വീണ്ടും എത്തിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ഹാജിയാരുടെ വീട്ടിൽ തിരക്കോട് തിരക്ക്. അല്പം കഴിഞ്ഞപ്പോൾ ഹാജിയാർ പുറത്തു വന്ന് എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു. നേരത്തെ ബുക്ക് ചെയ്തവരെന്ന വ്യാജേന ഞങ്ങളും അകത്തു കയറി. മലപ്പുറം മുറിയുടെ വാതിൽ അകത്തുനിന്ന് ബന്ധിച്ച ശേഷം ഹാജിയാർ കട്ടിലിൽ കയറി ഇരിപ്പുറപ്പിച്ചു. വിശ്വാസികൾ താഴെയും. അതോടെ ഹാജിയാർ ലൈറ്റ് അണച്ചു. കൂരിരുട്ടത്താണ് ഹാജിയാരുടെ ദേഹത്ത് ജിന്നു കയറുക. ആളുകൾ ആവശ്യം പറഞ്ഞാൽ മതി. ഹാജിയാർ അവരെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിച്ച ശേഷം ശബ്ദം മാറ്റി മറുപടി നൽകും. നല്ല മിമിക്രിക്കാരനാണ് അഹമ്മദ് ഹാജി എന്ന് അല്പസമയത്തിനകം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇറങ്ങിപ്പോണം, ഇറങ്ങിപ്പോണം, ഇറങ്ങിപ്പോണം. ഇപ്പോ കിട്ടൂല. എന്റെ ഭാര്യയാണ്, ഞാൻ നിക്കാഞ്ഞതാണ്. ഇറങ്ങിപ്പോണം നേരത്തിന്. ആരാ തോന്നിയത്? ആരാണ്? എന്താ വേണ്ടത്? കിട്ടൂല. ഇറങ്ങിപ്പോണം. നല്ല വേഗത്തിന് ഇറങ്ങിപ്പോണം. എല്ലാ വേഗത്തിന് ഇറങ്ങിപ്പോണം. ഇപ്പൊ ഇല്ല, കിട്ടൂല. വേഗത്തിന് ഇറങ്ങിപ്പോണം. അല്ല, കിട്ടൂല. ഒഴിപ്പിക്കണം. ഇറങ്ങിപ്പോണം നേരത്തിന്. അല്ല, ഇറങ്ങിപ്പോണം നേരത്തിന്. കഴിയൂല. ഹാജിയാരുടെ ജിന്ന് പ്രതിഫലം പറഞ്ഞ ശേഷമേ പിശാചിനെ ഒഴിപ്പിക്കാറുള്ളൂ. അവരടിമായി ജീവിക്കാൻ വേണ്ടി മൊത്തത്തിലൊരു ഭയം. കല്യാണം കേൾക്കുമ്പോ തന്നെ ഒരു ഭയം. ശത്രുദോഷം ചെയ്തതാണ്. അത് ബാക്കിലാക്കാൻ 2000 ചിലവ്. കുഴപ്പമില്ല. ശത്രുദോഷമുണ്ട് കേട്ടാ. ഒരു കൈകൊണ്ട് തലയിൽ തൊട്ട ശേഷം മറുകൈകൊണ്ട് ദേഹത്ത് പിടിച്ച് അത് ജിന്നാണെന്ന് വിശ്വസിപ്പിക്കുന്ന തറപരിപാടിയൊക്കെ ഹാജിയാർക്കുണ്ട്. തലയിൽ വെച്ച കൈലാണ്ട് വെച്ചതാണ്. അതല്ലാതെ വന്നിട്ടാരെങ്കിലും തൊടുന്നൊക്കെ പറയാൻ വന്നിരിക്കുമ്പോ കേട്ടോ.
واخرج من كل سوء ومرض وعين وسهل وجن وشيطان وروحان النجم يا نقائل يا جبرائيل يا ميكائيل. ആരാണ് ചോദിക്കുക? ഇടയ്ക്ക് ഭദ്രകാളിയെ വരെ ഹാജിയാർ കൊന്നുകളഞ്ഞു. നീ എന്തിനാ എന്റെ പിന്നാലെ നടക്കണേ? നീ എന്നെ ജോലി എടുക്കാൻ സമ്മതിക്കുന്നില്ല. കാര്യങ്ങൾ വിട്ടു പോ. എന്റെ കല്യാണം നടത്തരുത്. ഈ 18 വർഷം എന്റെ കേട്ട് കൂടി ആര് നിന്നെ പറഞ്ഞിട്ട്? ആര്? എവള്? ഏതാ സ്ഥലം? എവിടുന്ന നീ വന്ന് പറയ്. തൃശ്ശൂർന്ന? ആര് നിന്നെ പറഞ്ഞിട്ട് പറയ്. പിന്നെ ആ രാത്രിയിൽ ഒതുക്കും നിന്നെ. അന്ന് ചോദിക്കാ എന്താണ് പേര്? മുഹമ്മദ് ഷാ. ആദ്യത്തെ ശമ്പളത്തിലേക്ക് നടത്തിയാക്കി. ഊഴമെത്തിയപ്പോൾ ഞങ്ങളും ചില പച്ചക്കള്ളങ്ങൾ തട്ടിവിട്ടു. അതിനും ഈ ജിന്നിന് പരിഹാരമറിയാം. ഞാനേ ദുബൈയിലായിരുന്നു, മുന്നേ നാട്ടിലെത്തി. ഇപ്പൊ ഈ ഇടയിലേക്ക് ചില സമയത്ത് ഇങ്ങനെ എന്തൊരു സംഭവം ശരീരത്തിലുള്ള പോലെ, അതായത് റൂമിലെ ആത്മഹത്യ തോന്നണു. ഇപ്പൊ അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ല. അത് ഒഴിവാക്കാം. അന്യമതസ്ഥരെ ഏറെ പുകഴ്ത്തുന്ന ഹാജിയാർ മതസൗഹാർദ്ദത്തിന് മഹനീയ മാതൃക തന്നെ. മനുഷ്യന്മാർക്ക് കാണൂല, ജിന്നുകൾക്കേ കാണൂ. ജിന്നുകൾ എന്ന് പറയുന്ന ഒരു സമുദായമാണ്. ജിന്നെ ദൈത്താനും ഈമാൻ കൊണ്ട് ജാന്റെ മക്കളാണ്. ആദമിന്റെ മക്കളുണ്ട് ഹിന്ദു മുസ്ലിമും. അത് രണ്ടും ആദമിന്റെ മക്കൾ തന്നെ വിശ്വസിക്കുന്നതായി വിശ്വസിക്കാത്ത കാഫിരികളായി. നിങ്ങൾക്ക് ഹിന്ദുക്കളെ കാണുന്നില്ലേ? അതേപോലെ ഞങ്ങൾക്ക് വിശ്വാസികളെ കാണാം. വിലക്കയറ്റത്തെക്കുറിച്ചൊക്കെ ഹാജിയാരുടെ ജിന്നിനും വലിയ ആശങ്കയാണ്. കൂടുതൽ തുക നൽകേണ്ടതിന്റെ ആവശ്യകതയൊക്കെ ജിന്നു പറഞ്ഞു കളയും. ഹാജിയാരെ തൃപ്തിപ്പെടുത്തലാണ് നിർബന്ധം. നല്ല തുക കൊടുത്തിപ്പെടുത്ത കഴിഞ്ഞ് സാധനങ്ങൾക്ക് വില കയറ്റമാണ്. 965 60 100 വെച്ചതായി. 100 ഒരു കിലോ മത്തി കിട്ടുന്നില്ല. ഇപ്പോഴത്തേക്കുള്ള മാറ്റങ്ങളുണ്ട്. അയാളെ തൃപ്തിപ്പെടുത്താം. അധ്വാനുള്ള പ്രവൃത്തിയാണ് ജിന്റെ ഹാമറാന എന്നുള്ളത്. അപ്പൊ അയാളെ തൃപ്തിപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഇതിന്റെ അയാൾ തുണിയുള്ളൂ. അല്ലെങ്കിൽ വേണ്ടത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഒടുവിൽ ലൈറ്റ് തെളിഞ്ഞു. ഉറക്കം വിടുന്ന നാട്യങ്ങളോടെ ഹാജിയാർ പതിയെ എഴുന്നേറ്റു. പുറത്തുവന്ന അഹമ്മദ് ഹാജി കണക്കു പറഞ്ഞാണ് പണം വാങ്ങുക. അകത്ത് ജിന്നു പറഞ്ഞ പരിഹാരമാർഗങ്ങളൊക്കെ പുറത്തിരുന്ന് ചെറുമകൻ എഴുതിയെടുത്തിട്ടുണ്ട്. അതും പണം കൊടുത്താണ് വാങ്ങേണ്ടത്. ഫീസില്ല. ഫണ്ട് കൈമണിക്ക 100 രൂപ എനിക്ക് കൊടുത്തതല്ലേ? നിങ്ങൾ പിശാചിനിറക്കി അതിലിടുന്നല്ല. ഇവിടെ പഞ്ചമായി മടക്കല്ലേ? നിങ്ങളോട് തങ്കിയ പറഞ്ഞില്ല 2000 രൂപ. നിങ്ങൾ അതിലിട്ടിട്ട് പോലാണ്. അതിലിടുന്ന പോലെ ഇദ്ദേഹത്തിന്റെ 100 ഇവിടെ കൊടുത്തിരുന്നു. 500 തുടക്കത്തെ അതിലിട്ടിരുന്നു. അദ്ദേഹം വന്നിട്ട് ഞങ്ങളെ ഇവിടെ കൈ മടക്കാനില്ല. 100 ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഇവിടുത്തെ അവർക്ക് എഴുതിയത് പെട്ടിയിലിട്ട് റാത്തീവിന്. അത് റാത്തീവിന്റെ റീല് പോകുന്നത്. അപ്പൊ നമുക്കൊന്നും ഇല്ല. മാത്രം എനിക്ക് 100 രൂപയുടെ ഫീസില്ല. ഞങ്ങൾ പോകാനിറങ്ങിയപ്പോൾ അടുത്ത ബാച്ചിലേക്കുള്ള ആളുകൾ ഹാജിയാരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു.